പഴംപൊരിയും കപ്പ ബിരിയാണിയും കോമ്പിനേഷൻ ആയിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. വരി കാടിൻ്റെ നടുവിൽ കേട്ടോ നല്ല അടിപൊളി ഫുഡ് സെർവ് ചെയ്യുന്ന ഇതാ ചേകാടി 90s കിച്ചൺ. ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങൾക്ക്. അത് മാത്രമല്ല ഏറ്റവും ഹൈലൈറ്റ് ഏതാ അറിയോ? പഴംപൊരിയും ബീഫും കേട്ടോ കോമ്പിനേഷൻ. പഴംപൊരിയും ബീഫും കോമ്പിനേഷൻ വേറെ ലെവലാണ്. ഒരുപാട് പേര് ഇവിടെ വന്ന് കഴിച്ചിട്ടുണ്ടാവും ഈ വീഡിയോ കാണുന്നവർ വിചാരിക്കുന്നത്. അതുപോലെ കപ്പ ബിരിയാണി സ്പെഷ്യൽ ചായയും. അപ്പോൾ ഞാനൊന്ന് വ്യത്യസ്തമാക്കി പിടിക്കുകയാണ്. പഴംപൊരിയും ബീഫും അല്ല, പഴംപൊരിയും കപ്പ ബിരിയാണിയും കോമ്പിനേഷനായിട്ട് നിങ്ങൾ കഴിച്ചിട്ടുണ്ടോ? ഞാൻ കാണിച്ചു തരാം. വരി. അപ്പോൾ ഗൈസ് കപ്പ ബിരിയാണി റെഡി. അപ്പോൾ ഗൈസ് ഇവിടുത്തെ സ്പെഷ്യൽ എന്താ അറിയോ? ഇതാ നല്ല ചൂടുള്ള പഴംപൊരി, കപ്പ ബിരിയാണി, ഇതേപോലെ ഇതൊക്കെ എൻജോയ് ചെയ്യാൻ ചെറിയ രീതിയിലൊക്കെ ഒരു പഴംപൊരിയും കപ്പ ബിരിയാണി. ഇത് പുറമെന്ന് വേറെ എവിടുന്ന് കഴിച്ചാലും ഈ ഒരു ഫീല് കിട്ടുന്നില്ല. അതേര് ഹിന്ദു ഇവിടെ തന്നെയാ ചേച്ചി. ഓരോ പ്രാവശ്യം ഞാൻ ഇവിടെ വരുന്തോറും ഇവിടുത്തെ ഫുഡിന് ടേസ്റ്റ് കൂടി വരുന്നുണ്ട്. എന്താണ് അതിന്റെ രഹസ്യം? അത് നമ്മള് സാധാ വീട്ടിലുണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഉണ്ടാക്കി കൊടുക്കുക. ഹോട്ടലിലെ പോലെ ഉണ്ടാക്കി കൊടുക്കാറില്ല. നാച്ചുറലായിട്ട് നാടൻ. അത് തന്നെയാണ് ഇതിന്റെ ഹൈലൈറ്റ്. അതുകൊണ്ടാണ് ഒരുപാട് ദൂരത്ത് നമ്മൾ വീണ്ടും ഇങ്ങോട്ടേക്ക് എത്തുന്നത്. ഫുഡൊക്കെ വളരെ നന്നായിട്ടുണ്ട്. വേറെ സ്പെഷ്യൽ ഐറ്റംസ് വേറെ എന്തെങ്കിലും? സ്പെഷ്യല് നമ്മള് സാധാരണ ചിക്കനും ബീഫും കപ്പ ബിരിയാണി, പിന്നെ പഴംപൊരി ബീഫ്, പൊറോട്ട, ചിക്കൻ, ചപ്പാത്തി, സാധാ കപ്പ കടുക് വറുത്തത്, പിന്നെ മീൻ വറുത്തത്, പിന്നെ ശനി ഞായറും പിടിയും കോഴി പാൽക്കപ്പ. പിന്നെ നമുക്കൊരു റിസോർട്ടും കൂടി ഇവിടെ ഉണ്ട്. റിസോർട്ട്. പിന്നെ റിസോർട്ട് ഏതാ മേലെ കാണുന്നത്? മേലെ കാണുന്നത്. ഓക്കെ. നല്ലൊരു ഏർമാടം ഉണ്ട് അല്ലേ താമസിക്കാൻ? എത്ര പേർക്ക് താമസിക്കാം? 2 പേർക്ക് താമസിക്കാനുള്ള ഏർമാടം ഉണ്ട്. അപ്പൊ ഇവിടെ ഇതിന്റെ മേലെ തന്നെ ഒരു ഏർമാടം ഉണ്ട്. ഇവിടെ വരുന്നവർക്ക് നൈറ്റൊക്കെ ആസ്വദിക്കാൻ ഒരു വൈബ്. അതേപോലെ മേലെ തന്നെ റിസോർട്ടും ഉണ്ട്. ഇവിടെ തന്നെ പൂളിന്റെ പണിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ വരുന്നവർ അതുകൂടി ഒന്ന് നോക്കുക. നിങ്ങൾക്ക് സ്റ്റേ ചെയ്യാൻ അടിപൊളി ലൊക്കേഷൻ ആയിരിക്കും. കാടിന്റെ ഉള്ളിൽ അടിപൊളി ലൊക്കേഷൻ. ഇവരുടെ കോൺടാക്ട് നമ്പർ ഞാനിതിൽ വെക്കാം. ഓക്കെ.